നമസ്കാരം. ഞാൻ പുതിയൊരു അപ്ഡേഷനുമായിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാനായിട്ടാണ് വന്നത്. നേരത്തെ നമ്മൾ ഒപ്റ്റിക്കൽ വെർഷനും വിഷ്ണക്സിൻ്റെ ERPയുടെ ഒപ്റ്റിക്കൽ വെർഷനും ക്ലിനിക് വെർഷനും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു നേരത്തെ വീഡിയോകളിൽ. ഇതിൽ ഒപ്റ്റിക്കൽ വെർഷനിൽ ഉള്ള 2-3 മോഡിഫിക്കേഷൻസ് മീൻസ് പുതിയ അപ്ഡേഷൻസ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം നിലവിൽ അത് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇനി വരുന്ന വെർഷൻസിലുള്ള മാറ്റമാണ്. അന്ന് നമ്മളിതിനകത്തൊരു സെയിൽസ് കമ്മീഷൻ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് കമ്മീഷൻ, അതായത് നമുക്ക് യൂസേഴ്സ് ആരാണോ യൂസേഴ്സിനനുസരിച്ച് സെയിൽസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് പ്രൊഡക്റ്റ് വൈസ്, ഏജൻറ്റ് വൈസ് അങ്ങനെ എന്തെങ്കിലും സെയിൽസ് കമ്മീഷൻ ഇൻസെൻറ്റീവ് പോലെ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സെയിൽസ് പ്രൊമോഷൻ സ്കീം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ടോട്ടൽ ബില്ലിനോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ലിൽ തന്നെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിന് മാത്രം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രെയിമിന് ടൈപ്പ്, അതായത് ഫ്രെയിം, ലെൻസ് ഓർ കോൺടാക്ട് ലെൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു മാസം മാർക്കറ്റ് ചെയ്യണം എന്ന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു കമ്മീഷന്. ഒപ്പം ആ കമ്മീഷൻ്റെ ഡേറ്റ് വൈസ് റിപ്പോർട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതിൻ്റെ ലെഡ്ജറുണ്ട്, പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ലെഡ്ജർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഈ സെയിൽസ് കമ്മീഷനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം. രണ്ടാമതായിട്ട് ഇതിനകത്ത് ഒരു നമുക്ക് ഉപയോഗമുള്ള ഈ ഒപ്റ്റിക്കൽ ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് നല്ല ഒരു ഉപയോഗമുള്ള ഒരു കാര്യമാണ്. അതായത് ലെൻസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ മോഡ്യൂൾ ഇതിനകത്ത് കൊണ്ടുവന്നു. അതായത് ഇതിനകത്ത് ലെൻസ് സ്റ്റോക്കിനകത്ത് വേറൊന്നുമില്ല, ഇത് നമ്മുടെ ഒരു ഇൻവെൻട്രി സ്റ്റോക്ക് വയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ലെൻസ് ബേസിക് സ്റ്റോക്ക് വയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയാം, സിമ്പിളായിട്ടൊന്ന് പറയാം. ഇൻവെൻട്രിക്കകത്ത് നിന്നിട്ട് നമ്മൾ ഡൗൺലോഡ് എക്സൽ ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിലോട്ട് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ്സിലോട്ടത് വരും, ഒരു എക്സൽ ഫയൽ വരും. ആ എക്സൽ ഫയലിൽ നമ്മൾ ശരിക്കും ഒരു പ്രോഡക്റ്റ്, അതായത് ഇങ്ങനെ സിലിണ്ടർ വാല്യൂസ് മുകളിലോട്ട് ഒരു മാട്രിക്സ് അവിടെ വരും. സിലിണ്ടർ വാല്യൂ മുകളിലോട്ടും സ്പെറിക്കൽ ഈ സൈഡിലോട്ടും വന്നിട്ട് വരും. സിംഗ്ലൂഷനും ബൈഫോക്കലും മാത്രമാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു റഫ് ഡാറ്റ അതിനകത്ത് ടൈപ്പ് ചെയ്യാം. 521005 ചുമ്മാ ഞാൻ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ഞാൻ ഇതിനകത്ത് 4 സിലിണ്ടർ വരെ വെച്ചിട്ടുണ്ട്. കൂടുതൽ സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അത് ഇട്ടാൽ മതി. അത്രയും മാത്രമേ അത് ഫിൽറ്റർ ചെയ്യുള്ളൂ. ഞാനിട്ടു. ഇത് സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ എല്ലാ ഇതിനകത്തും കോപ്പി ചെയ്തങ്ങ് വയ്ക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഞാൻ സെയിം ക്വാണ്ടിറ്റി തന്നെ അതിനകത്ത് കോപ്പി ചെയ്തു. അതേപോലെ ബൈഫോക്കലിൽ ഞാൻ ചെറിയൊരു ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് കോപ്പി എടുത്തുകൊണ്ട് പോകാം. ഏകദേശം സെയിം ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവരുന്നത്. ബൈഫോക്കലിൽ നമ്മളിവിടെ അഡീഷൻ മോഡിലും ഇടത് സൈഡിൽ സ്പെറിക്കൽ പവറുമാണ് ഇപ്പം ഉള്ളത്. സ്പെറിക്കൽ പവറുള്ളതാണ്. ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻവെൻട്രിയിൽ നിന്നിട്ട് നമ്മൾ ഈ എക്സൽ അതിനകത്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഒരു പ്രിവ്യൂ അവിടെ വരും. നമുക്ക് എത്ര ലെൻസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ള പ്രിവ്യൂ. 184 ലെൻസാണ് നമ്മളിപ്പം ആ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് കൺഫേം ചെയ്യുക, സ്റ്റോക്ക് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഇനി ഇത് ലെൻസ് യൂട്ടിലിറ്റിയിൽ വന്നാൽ നമുക്ക് ലെൻസ് സ്റ്റോക്ക് അറിയാനായിട്ട്, അതായത് ലെൻസിൻ്റെ സ്റ്റോക്ക് ഇവിടെ മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെൻസ് സ്റ്റോക്ക് എന്നുള്ള ആ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംഗ്ലൂഷൻ സെലക്ട് ചെയ്ത് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള ലെൻസുകൾ ഇവിടെ കാണിക്കും. പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ പ്ലാനോ 5 ഉണ്ട്, കാൽ സ്പെറിക്കൽ 5 ഉണ്ട്, 4 വിത്ത് 4 2 ഉണ്ട് നമ്മുടെ കയ്യിൽ. 0 സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ചുവപ്പിൽ വരും, മഞ്ഞ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു പ്ലാനോ ഒരു 5 പേർ ഇവിടെ ഉണ്ട്. 5 പേരിൽ നിന്ന് ഞാനൊരു 2 പേർ 3 പീസ്, ഇത് പീസാണ് കേട്ടോ, പേരല്ല പീസാണ്. ഞാൻ 3 എണ്ണം എടുക്കുകയാണ്. അതായത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഒരു 3 പീസ് ടൈപ്പ് ചെയ്യുക. ഏത് ഓർഡർ നമ്പറിലേക്കാണോ എടുക്കുന്നത് ആ ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനും ഇത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പം യൂസർ ആണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാനൊക്കെ ഉള്ളൂ സ്റ്റോക്ക്. ഓക്കെ, അത് റെഡ്യൂസ് ചെയ്ത് സ്റ്റോക്ക്. അപ്പോൾ അവിടെ മഞ്ഞയായി കണ്ടോ. നേരത്തെ 5 ഉണ്ടായിരുന്നപ്പോൾ അത് പച്ചയായിരുന്നു. ഇപ്പോൾ അത് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് കുറവാണ്, അത് റീ ഓർഡർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ്. അതേമാതിരി ഞാൻ വേറൊന്നും കൂടെ ഒരു പ്രോഡക്റ്റും കൂടെ എടുക്കാം. ഇവിടെ ബൈഫോക്കൽ ഒന്ന് എടുക്കാം. റൗണ്ട് ബൈഫോക്കൽ അത് മതി തന്നെ. ബൈഫോക്കലിനകത്ത് ഇത് പ്ലാനോ പവർ
ഇത് പവർ കാല് വിത്ത് 1.5 അഡീഷൻ 1.5. അപ്പോൾ അത് മൈനസ് 1 പീസേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് 5 പീസ് ഉള്ളതിൽ നിന്ന് എടുക്കുന്നത്. അതും അതുപോലെ തന്നെ ഒരു 2 പീസ് ഞാൻ അതിനകത്ത് എടുക്കുന്നു. ഓക്കെ, ഒരു ഓർഡർ നമ്പർ അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, കൊടുത്തു ആ സ്റ്റോക്ക് ലെൻസ്. ഓക്കെ, അവിടുന്ന് ഞാൻ ആ സ്റ്റോക്ക് എടുത്തു. ഇപ്പോൾ 3 ആയി. 5 ഉണ്ടായിരുന്നത് 3 ആയി. ഇനി നമ്മൾ ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് മഞ്ഞയായിട്ട് മാറും. ഒന്നും കൂടെ ഞാനത് മൈനസ് ചെയ്യാണ്. ഓക്കെ, അത് മഞ്ഞയായിട്ടുണ്ട്. ഇതാണ് എൻ്റെ മാട്രിക്സ്, ലെൻസ് മാട്രിക്സ്. ഇതിൻ്റെ റിപ്പോർട്ടും ഉണ്ട് നമുക്ക്. അത് എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് ഏതൊക്കെ ലെൻസിലേക്ക് ഏതൊക്കെ ഓർഡറിലേക്ക് വേണ്ടി നമ്മൾ എടുത്തു എന്ന റിപ്പോർട്ടും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നൊക്കെ ഏതൊക്കെ ഓർഡറിലേക്ക് വേണ്ടിയുള്ള എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ലെൻസ് സ്റ്റോക്കിൻ്റെ ഒരു മോഡ്യൂൾ വന്നത്. പിന്നെ അടുത്തത് നമുക്ക് കുറേയേറെ പേർക്ക് ഉപയോഗമുള്ളൊരു യൂട്ടിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. യൂട്ടിലിറ്റിക്കകത്ത് ലെൻസ് തിക്നെസ് കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു പവർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡയമീറ്റർ സാധാരണ ഇപ്പോൾ എഫക്റ്റീവായ ഇ ഡി മാർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇ ഡി വെച്ചിട്ട് ഒരു ആവറേജ് ഒരു അളവെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 35 ഇടാം അതിനകത്ത്. ടോട്ടൽ ഫ്രെയിം സൈസാണ് ഉദ്ദേശിക്കുന്നത്. 35. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മിനിമം സെൻറ്റർ ഹൈറ്റ് 1.5 ആണ് കിടക്കുന്നത്. സെൻറ്റർ എഡ്ജ് നമ്മൾ ഇടണ്ട, മിനിമം 1 ആണ് കിടക്കുന്നത്, ഇടേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ 35 ഇപ്പോൾ കൊടുത്തു. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ ടോട്ടൽ പവർ 8 2 10 ടോട്ടൽ പവറാണ് ഇവിടെ കാണിക്കുന്നത്. ലെൻസിൻ്റെ എസ്റ്റിമേറ്റഡ് എഡ്ജ് തിക്നെസ് എന്ന് പറയുന്നത് 4.6 mm ഉണ്ടാവും. ഈ 35 ആണ് ഇതിൻ്റെ സൈസ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ ഗ്രാഫ് പോലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇതേ സാധനം തന്നെ നമുക്ക് 1.74 എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര കിട്ടും? 3.6 എഡ്ജ് വരും. ആ ഒരു കാൽക്കുലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ഇപ്പോൾ 55 ആക്കുകയാണെങ്കിൽ അത് 6.6 വന്നു. അതേപോലെ പ്ലാസ്റ്റിക് 1.5 ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ 9.1 mm വന്നു. ഇതാണ് തിക്നെസ് കാൽക്കുലേറ്ററിൻ്റെത്. പവറിനനുസരിച്ചും അടുത്തത് കോൺടാക്ട് ലെൻസ് പവർ കൺവേർഷൻ എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കോൺടാക്ട് ലെൻസ് പവർ കൺവേർഷൻ, അതായത് നമുക്കിപ്പോൾ പവർ 8 -8 തന്നെ എടുക്കാം. -8 സ്പെറിക്കൽ വിത്ത് -2.25 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കോൺടാക്ട് ലെൻസിൽ സിലിണ്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ, സ്പെറിക്കൽ കൺവേർഷൻ ആണെങ്കിൽ എങ്ങനെ, അതൊരു കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 12 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7.25 1.25 കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ആ പവർ 8 വിത്ത് 2.25 7.25 വരെ 1.25 7.25 വിത്ത് 1.25 കൊടുത്താൽ മതി. സ്പെറിക്കലാണെങ്കിൽ 8.25 കൊടുക്കേണ്ടി വരും. ഇതാണ് സ്പെറിക്കലാകുമ്പോൾ അത് അത്രത്തോളം വിഷൻ നമുക്ക് കിട്ടത്തില്ല. അത് പേഷ്യൻ്റ് അടുത്ത് പറഞ്ഞ് എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് ബുക്ക് ചെയ്യാനായിട്ട്, ഇത്രയും സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ. പിന്നെ അടുത്തത് ഇൻ്റർമീഡിയറ്റ് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇൻ്റർമീഡിയറ്റ് പ്രിസ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് ഇപ്പോൾ നമുക്കൊരു പവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു പവർ അതിനകത്തിടാം +1.5 ഇട്ടു, ഒരു 0.5 ഇതിട്ടു. നമ്മുടെ വർക്കിംഗ് ഡിസ്റ്റൻസ് എത്രയാണോ വർക്കിംഗ് ഡിസ്റ്റൻസ് അത് വേണം. 80 ആണ് ഡീഫോൾട്ടായിട്ട് ഇട്ടിരിക്കുന്നത്. വർക്കിംഗ് ഡിസ്റ്റൻസ് അതാണെങ്കിൽ നമ്മൾ റീഇൻവേർഷൻ അഡീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കൊടുത്തതിന് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് പവർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, വർക്കിംഗ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പവർ അവിടെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. വർക്കിംഗ് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ പവർ കാണിക്കും, ഇൻ്റർമീഡിയറ്റ് പവർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് മാത്രം ചെയ്യണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അടുത്തത് ഒരു ട്രാൻസ്വേഴ്സ് ഇട്ടിട്ടുണ്ട്, ലെൻസ് പവർ ട്രാൻസ്വേഴ്സേഷൻ ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞൂടാത്തവർക്ക് ഇപ്പോൾ 5 വിത്ത് +2 അപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ ക്രോസ് കോമ്പൗണ്ടാണോ 5 വിത്ത് +2 ആണോ? അല്ല, അത് അറിയാമെന്നുള്ളവർക്ക് അറിയാം 3 വിത്ത് 2 ആണെന്ന് അറിയാം. അപ്പോൾ അത് അറിയാൻ വേണ്ടി പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ട്രാൻസ്വേഴ്സേഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ പുതിയ അപ്ഡേഷനകത്ത് വന്നിട്ടുള്ളത്. ഞാനൊന്നും കൂടെ പറയാം. ഒന്ന്, ഈ സെയിൽസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക്, ലെൻസ് ഇൻവെൻട്രി സ്റ്റോക്ക് വയ്ക്കുന്ന ഷോപ്പുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ സാധനം എൻ്റെ ഷോപ്പിലുണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നതിന് വേണ്ടി ലെൻസ് സ്റ്റോക്ക് ഇങ്ങനെ ഇൻവെൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ഈ യൂട്ടിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.